ഹലോ ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് മുൻ വർഷങ്ങളിൽ LP സ്കൂൾ ടീച്ചർ എക്സാമിന് ചോദിച്ചിട്ടുള്ള സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ മാക്സിമം എത്ര ക്വസ്റ്റ്യൻസ് നോക്കാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വ്യവഹാരവാദത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? വ്യവഹാരങ്ങളെല്ലാം ചോദക പ്രതികരണ ബന്ധങ്ങളിൽ അധിഷ്ഠിതമാണ്. ജീവികളെ നിരീക്ഷിച്ച് മനുഷ്യരുടെ വ്യവഹാരങ്ങളെക്കുറിച്ച് നിഗമനത്തിലെത്തുക സാധ്യമല്ല. മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾക്ക് പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള തെളിവുകൾ ആവശ്യമാണ്. ചോദന പ്രതികരണങ്ങൾ തമ്മിലുള്ള അനുബന്ധമാണ് പഠനം. ആൻസർ വരുന്നത് ജീവികളെ നിരീക്ഷിച്ച് മനുഷ്യരുടെ വ്യവഹാരങ്ങളെക്കുറിച്ച് നിഗമനത്തിലെത്തുക സാധ്യമല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? JB വാട്സൺ, ജീൻ പിയാഷെ, BF സ്കിന്നർ, സിഗ്മണ്ട് ഫ്രോയിഡ്. ആൻസർ സിഗ്മണ്ട് ഫ്രോയിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാനവികതാവാദത്തിന്റെ പ്രധാന കാഴ്ചപ്പാടുകളിലൊന്ന് ഏത്? കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ട്. സമൂഹവുമായി ഇടപഴകിക്കൊണ്ട് അറിവ് നിർമ്മിക്കുന്നത്. ആത്മസാക്ഷാത്കാരമാണ് മനുഷ്യ വ്യവഹാരങ്ങളുടെ പരമമായ ലക്ഷ്യം. മനുഷ്യരുടെ അബോധ മനസ്സിലാണ് മാനസിക യാഥാർത്ഥ്യങ്ങൾ കുടികൊള്ളുന്നത്. ആൻസർ ആത്മസാക്ഷാത്കാരമാണ് മനുഷ്യ വ്യവഹാരങ്ങളുടെ പരമമായ ലക്ഷ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിയാഷെയുടെ സിദ്ധാന്തപ്രകാരം നിലവിലുള്ള സ്കീമ ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ ഉൾക്കൊള്ളുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം, സംയോജനം, ആയോജനം, മെച്ചപ്പെടുത്തൽ. ആൻസർ സ്വാംശീകരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിളംബിത ചാലക വികാസത്തിന് കാരണമല്ലാത്തത് ഏത്? അനാരോഗ്യം, ന്യൂനബുദ്ധി, ശ്രദ്ധക്കുറവ്, അഭ്യാസക്കുറവ്. ആൻസർ ശ്രദ്ധക്കുറവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തെറ്റായ പ്രസ്താവന ഏത്? വ്യക്തിയുടെ വിദ്യാഭ്യാസത്തിൽ പാരമ്പര്യവും പര്യാവരണവും ഒരുപോലെ സഹായിക്കുന്നു. പാരമ്പര്യമായ കഴിവുകൾ ഏത് പര്യാവരണത്തിലും വികാസം പ്രാപിക്കുന്നു. അനുകൂലമായ പര്യാവരണത്തിൽ പാരമ്പര്യമായ കഴിവുകൾ വികാസം പ്രാപിക്കുന്നു. പാരമ്പര്യം വികാസത്തിന്റെ അടിത്തറയും പര്യാവരണം അതിന്റെ ഘടനയുമാണ്. ഇതിൽ തെറ്റായ പ്രസ്താവന പാരമ്പര്യമായ കഴിവുകൾ ഏതു പര്യാവരണത്തിലും വികാസം പ്രാപിക്കുന്നു എന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാതറിൻ ബ്രിഡ്ജസ് ചാർട്ട് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? വൈകാരിക വികാസം, വൈജ്ഞാനിക വികാസം, ശാരീരിക വികാസം, സാമൂഹിക വികാസം. ആൻസർ വരുന്നത് വൈകാരിക വികാസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചിത്രം വരയ്ക്കുന്ന കുട്ടി ഏതുതരം ബഹുമുഖ ബുദ്ധി ആണ് ഉപയോഗപ്പെടുത്തുന്നത്? ശാരീരികം, ദൃശ്യസ്ഥലപരം, വൈകാരികം, കലാപരം. ആൻസർ ദൃശ്യസ്ഥലപരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2010 ഇന്ത്യയിൽ നടപ്പിലായ വിദ്യാഭ്യാസ അവകാശ നിയമത്തെ സംബന്ധിച്ച് ഏറ്റവും ശരിയായ പ്രസ്താവന ഏത്? മൗലിക അവകാശമായ വിദ്യാഭ്യാസം സൗജന്യമായി ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും ലഭ്യമായി. സൗജന്യവും നിർബന്ധിതവുമായ പ്രൈമറി വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും സാർവത്രികമായി ലഭ്യമായി. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സാർവത്രികവും നിർബന്ധിതവുമായി. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളുടെ മൗലിക അവകാശമായി പ്രാബല്യത്തിൽ വന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം 6 മുതൽ 14 വരെ വയസ്സുള്ള കുട്ടികളുടെ മൗലിക അവകാശമായി പ്രാബല്യത്തിൽ വന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജി ആവിഷ്കരിച്ച വിദ്യാഭ്യാസ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി, പ്രവൃത്തി വിദ്യാഭ്യാസ പദ്ധതി, ഗ്രാമീണ വിദ്യാഭ്യാസ പദ്ധതി, ദേശീയ വിദ്യാഭ്യാസ പദ്ധതി. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ, അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൂസോ തന്റെ വിദ്യാഭ്യാസ ദർശനങ്ങൾ വിശദമാക്കിയ ഗ്രന്ഥം? ഡിസ്കോഴ്സ്, എമിലി, സോഷ്യൽ കോൺട്രാക്ട്, കൺഫെഷൻസ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി, എമിലി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൈമറി ക്ലാസ് റൂം പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി വീഡിയോ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന? നിരന്തരം വീഡിയോകൾ കാണിക്കണം, ചെറിയ വീഡിയോ ആയിരിക്കണം, നേരനുഭവങ്ങൾക്ക് സാധ്യതയില്ലാത്ത സന്ദർഭങ്ങളിലാണ് വീഡിയോകൾ പ്രയോജനപ്പെടുത്തേണ്ടത്, ഇടയ്ക്ക് അധ്യാപികയുടെ വിശദീകരണങ്ങൾ വേണം. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ എ, നിരന്തരം വീഡിയോകൾ കാണിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഠന വൈകല്യത്തിൽ ഉൾപ്പെടുന്നത് ഏത്? ഡിസ്ലെക്സിയ, ADHD,
ഓട്ടിസം, സെറിബ്രൽ പാൾസി. ഇതിൽ ആൻസർ ഓപ്ഷൻ എ ഡിസ്ലെക്സിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംഘപഠനത്തിന്റെ ഒരു പരിമിതി. ഓപ്ഷൻ എ അച്ചടക്കം നഷ്ടപ്പെടുന്നു. ഓപ്ഷൻ ബി സംഘാംഗങ്ങളിൽ ചിലരുടെ മേധാവിത്വം. ഓപ്ഷൻ സി സമയപരിമിതി. ഓപ്ഷൻ ഡി വ്യക്തിഗത ശ്രദ്ധയുടെ കുറവ്. ആൻസർ സംഘാംഗങ്ങളിൽ ചിലരുടെ മേധാവിത്വമാണ് സംഘപഠനത്തിന്റെ പരിമിതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനായി 1994 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പദ്ധതി DPEP, SSA, NPE, RMSA. ആൻസർ വരുന്നത് ഓപ്ഷൻ എ DPEP. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏതു ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പഠനമാണ് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? 1 മുതൽ 10 വരെ, 1 മുതൽ 12 വരെ, -2 മുതൽ +2 വരെ, -2 മുതൽ 10 വരെ. ആൻസർ വരുന്നത് -2 മുതൽ +2 വരെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആശയാവതരണ രീതി എന്തിനെ സൂചിപ്പിക്കുന്നു? ആശയം അവതരിപ്പിക്കുന്ന രീതി, പാഠഭാഗം അവതരിപ്പിക്കുന്ന രീതി, അക്ഷരം അവതരിപ്പിക്കുന്ന രീതി, ചിഹ്നങ്ങൾ അവതരിപ്പിക്കുന്ന രീതി. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പാഠഭാഗം അവതരിപ്പിക്കുന്ന രീതിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊജക്റ്റിന്റെ ഘട്ടങ്ങളുടെ ക്രമം: നിഗമനം, പ്രശ്നം അനുഭവപ്പെടൽ, വിവരശേഖരണം, അപഗ്രഥനം. പ്രശ്നം അനുഭവപ്പെടൽ, അപഗ്രഥനം, വിവരശേഖരണം, നിഗമനം. വിവരശേഖരണം, അപഗ്രഥം, പ്രശ്നം അനുഭവപ്പെടൽ, നിഗമനം. പ്രശ്നം അനുഭവപ്പെടൽ, വിവരശേഖരണം, അപഗ്രഥനം, നിഗമനം. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി പ്രശ്നം അനുഭവപ്പെടൽ, വിവരശേഖരണം, അപഗ്രഥനം, നിഗമനം എന്ന ക്രമത്തിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈകാരിക ബുദ്ധിയുടെ സവിശേഷത: സ്വാവബോധം, ആത്മനിയന്ത്രണം, സാമൂഹ്യബോധം, ഇവയെല്ലാം. ആൻസർ ഇവയെല്ലാമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ സ്ഥൂലപേശി വികാസത്തിന് അനുഗുണമായ ഒരു അനുഭവ പ്രവർത്തനമാണ് എ മുത്തുകോർക്കൽ, ബി കടലാസ് മടക്കൽ, സി പന്തെറിയൽ, ഡി ചിത്രം വരക്കൽ. ആൻസർ ഓപ്ഷൻ സി പന്തെറിയൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റോഷ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് ഏതു തരത്തിലുള്ള മനഃശാസ്ത്ര ഗവേഷണ രീതിയാണ്? പ്രക്ഷേപണ രീതി, നിരീക്ഷണ രീതി, ക്ലിനിക്കൽ രീതി, സർവേ രീതി. ആൻസർ വരുന്നത് പ്രക്ഷേപണ രീതിയാണ്, അതായത് പ്രൊജക്റ്റീവ് മെത്തേഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാചിക ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാവികാസത്തിന് അടിസ്ഥാനം. ഏതു മനഃശാസ്ത്രജ്ഞനാണ് ഈ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത്? ജീൻ പിയാഷെ, നോം ചോംസ്കി, ലവ് വിഗോട്സ്കി, BF സ്കിന്നർ. ആൻസർ BF സ്കിന്നർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതു കാര്യമാണ് ബോബോഡോൾ പരീക്ഷണത്തിലൂടെ സാധൂകരിക്കുന്നത്? ചോദക പ്രതികരണങ്ങളുടെ അനുബന്ധമാണ് പഠനം. ദൃശ്യമാധ്യമങ്ങളിലെയും മുതിർന്നവരുടെയും പെരുമാറ്റ രീതികൾ കുട്ടികൾ അനുകരിക്കുകയും അവലംബിക്കുകയും ചെയ്യും. ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ മികച്ചത് അതിൻ്റെ സമഗ്രത. കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ട്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ദൃശ്യമാധ്യമങ്ങളിലെയും മുതിർന്നവരുടെയും പെരുമാറ്റ രീതികൾ കുട്ടികൾ അനുകരിക്കുകയും അവലംബിക്കുകയും ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഠനത്തിൽ മികവ് പുലർത്താനാവാത്ത ഒരു കുട്ടി ചിത്രരചനയിൽ മികവ് പുലർത്താൻ ശ്രമിക്കുന്നു. ഏതു തരത്തിലുള്ള സമായോജന ക്രിയാതന്ത്രമാണ് ഇവിടെ കാണാനാകുന്നത്? ഉദാത്തീകരണം, യുക്തീകരണം, അനുപൂരണം, തദ്ധാത്മീകരണം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി അനുപൂരണം, അതായത് കോമ്പൻസേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമ്മാനങ്ങളും പ്രശംസയും പഠനം പ്രബലപ്പെടുത്തുന്നു. ഏതു പഠന നിയമമാണ് ഇവിടെ കൂടുതൽ പ്രസക്തം? എ ഫല നിയമം, ബി അഭ്യം, സി സന്നദ്ധത നിയമം, ഡി ശ്രമപരാജയം. ആൻസർ ഓപ്ഷൻ എ ഫല നിയമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്ര സമീപനവുമായി കൂടുതൽ യോജിച്ചു പോകുന്ന പ്രശ്ന പരിഹാര രീതി: അൽഗരിതം, അന്തർദൃഷ്ടി, ഹ്യൂറിസ്റ്റിക്സ്, ശ്രമപരാജയ രീതി. ആൻസർ ഓപ്ഷൻ ബി അന്തർദൃഷ്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചാക്രിക രീതിക്ക് ഉദാഹരണം ഏത്? സംഖ്യാബോധം പൂർണ്ണമായി പഠിച്ച ശേഷം സങ്കലനം, പിന്നീട് വ്യവകലനം, തുടർന്ന് ഭിന്നസംഖ്യ. ആദ്യം അനുഭവങ്ങൾ, പിന്നീട് പ്രതീകങ്ങൾ, തുടർന്ന് ചിത്രങ്ങൾ, അതിനുശേഷം ഭാഷ. സംഖ്യാബോധവും സങ്കലനവും വ്യവകലനവുമൊക്കെയായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ സ്വാഭാവികമായ സന്ദർഭങ്ങളിൽ വീണ്ടും വീണ്ടും അവതരിപ്പിക്കുന്നു.
ആദ്യം വ്യക്തിഗത പ്രവർത്തനം, പിന്നീട് സംഘപ്രവർത്തനം, തുടർന്ന് ക്ലാസ് പ്രവർത്തനം, അതിനുശേഷം അവതരണം. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, സംഖ്യാബോധവും സങ്കലനവും വ്യവകലനവുമൊക്കെയായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ സ്വാഭാവികമായ സന്ദർഭങ്ങളിൽ വീണ്ടും വീണ്ടും അവതരിപ്പിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമായ ആവശ്യം: സാർവത്രികമായ ഗുണനിലവാരം, സാർവത്രിക സാക്ഷരത, സാർവത്രികമായ വിദ്യാലയ പ്രവേശനം, സർവരെയും നിലനിർത്തൽ. ആൻസർ ഓപ്ഷൻ എ, സാർവത്രികമായ ഗുണനിലവാരം, അതായത് യൂണിവേഴ്സൽ ക്വാളിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ പഠന സൗകര്യങ്ങളും പഠന നിലവാരവും ഉയർത്തുന്നതിനു വേണ്ടി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും 2002 മുതൽ 2017 വരെ നടപ്പിലാക്കിയ കേന്ദ്രവിഷ്കൃത പദ്ധതി: ജില്ലാ പ്രാഥമിക വിദ്യാഭ്യാസ പരിപാടി, സമഗ്ര ശിക്ഷ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ, സർവ ശിക്ഷ അഭിയാൻ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി, സർവ ശിക്ഷ അഭിയാനാണ്, അതായത് SSA. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭാരമാകാത്ത പഠനം എന്ന റിപ്പോർട്ട് 1993 സമർപ്പിച്ച ദേശീയ വിദ്യാഭ്യാസ ഉപദേശക സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ DS കോത്താരി, പ്രൊഫസർ യശ്പാൽ, ഡോക്ടർ കസ്തൂരി രംഗൻ, ഡോക്ടർ MS സ്വാമിനാഥൻ. ആൻസർ വരുന്നത് പ്രൊഫസർ യശ്പാൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? വിവിധ വിഷയങ്ങളെ ഉദ്ഗ്രഥിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസം, ജാതിമത വർഗ സാംസ്കാരിക സാമ്പത്തിക സാമൂഹിക വ്യത്യാസമില്ലാതെയുള്ള വിദ്യാഭ്യാസം, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമപ്രായക്കാരോടൊപ്പം വിവേചനമില്ലാതെ ലഭിക്കുന്ന മുഖ്യധാര വിദ്യാഭ്യാസം, ആൺപെൺ വിവേചനമില്ലാത്ത പൊതുവിദ്യാഭ്യാസം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമപ്രായക്കാരോടൊപ്പം വിവേചനമില്ലാതെ ലഭിക്കുന്ന മുഖ്യധാര വിദ്യാഭ്യാസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഗമന രീതിയുടെ സവിശേഷത അല്ലാത്തത്: ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുതത്വത്തിലേക്ക്, അനുഭവങ്ങളിൽ നിന്ന് സിദ്ധാന്തത്തിലേക്ക്, നിയമത്തിൽ നിന്ന് വിശദീകരണത്തിലേക്ക്, നിരീക്ഷണത്തിൽ നിന്ന് നിഗമനത്തിലേക്ക്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, നിയമത്തിൽ നിന്ന് വിശദീകരണത്തിലേക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണോ വിലയിരുത്താൻ ഉദ്ദേശിച്ചത് അതുതന്നെ വിലയിരുത്തുക. മുകളിൽ പരാമർശിച്ചത് സിദ്ധി ശോധകത്തിന്റെ അച്ചീവ്മെന്റ് ടെസ്റ്റിന്റെ ഏതു സവിശേഷതയാണ്? സാധുത, വസ്തുനിഷ്ഠത, വിശ്വാസ്യത, വിവേചനം. ആൻസർ ഓപ്ഷൻ എ, സാധുത, വാലിഡിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുട്ടികളുടെ ലേഖനശേഷിയെ ബാധിക്കുന്ന ഒരു പഠന വൈകല്യമാണ് ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, നോൺ വെർബൽ. ആൻസർ ഓപ്ഷൻ ബി, ഡിസ്ഗ്രാഫിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദ പ്രകാരമുള്ള ക്ലാസ് മുറിയിലെ അധ്യാപകന്റെ റോൾ അല്ലാത്തത് ഏത്? അറിവിന്റെ ദാതാവ്, പഠന പങ്കാളി, ഫെസിലിറ്റേറ്റർ, ജനാധിപത്യവാദിയായ സംഘത്തലവൻ. ആൻസർ ഓപ്ഷൻ എ, അറിവിന്റെ ദാതാവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഠിക്കാൻ മിടുക്കനായിരുന്ന ആദർശ് കുറച്ചു നാളുകളായി പഠനത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല. പതിവായി വൈകിയാണ് ക്ലാസ്സിലെത്തുന്നത്. എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആദർശിന്റെ ഈ സ്വഭാവ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏത്? എ, ക്രിയാഗവേഷണം, ബി, പരീക്ഷണ രീതി, സി, കേസ് സ്റ്റഡി, ഡി, ആത്മനിഷ്ഠ രീതി. ആൻസർ വരുന്നത് സി, കേസ് സ്റ്റഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഠനവേളയിൽ ടീച്ചർ ഓരോ കുട്ടിയെയും നിലവാരത്തിനനുസരിച്ചുള്ള സഹായങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? സഹായിക്കൽ, കൈത്താങ്ങു നൽകൽ, പരുവപ്പെടുത്തൽ, പ്രബലനം നൽകൽ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, കൈത്താങ്ങു നൽകൽ. പ്രതിക്രിയാധ്യാപനം ഏത് മനഃശാസ്ത്രജ്ഞന്റെ സിദ്ധാന്തം അനുസരിച്ചാണ് രൂപീകരിച്ചിട്ടുള്ളത്? വൈഗോട്സ്കി, പിയാഷെ, ബ്രൂണർ, പാവ്ലോവ്. ആൻസർ വൈഗോട്സ്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികൾക്ക് ഇല്ലാത്ത സവിശേഷത ഏത്? സ്വന്തം വികാരങ്ങൾ തിരിച്ചറിയുന്നു, സ്വന്തം വികാരങ്ങൾക്ക് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു, മറ്റുള്ളവരുമായി ആരോഗ്യകരമായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു, മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നു. ആൻസർ ഓപ്ഷൻ ബി, സ്വന്തം വികാരങ്ങൾക്ക് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആശയ രൂപീകരണ പ്രക്രിയയുടെ ഏത് ഘട്ടത്തിലാണ് വസ്തുക്കളുടെ അഭാവത്തിൽ അവയെപ്പറ്റി ഓർക്കാനും ചിന്തിക്കാനും കഴിയുന്നത്? പ്രതീകാത്മക ഘട്ടം, പ്രവർത്തന ഘട്ടം, ചിന്തന ഘട്ടം, ബിംബന ഘട്ടം.
ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ബിംബന ഘട്ടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സ്കൂൾ പാഠ്യപദ്ധതി സമീപനം ഏത്? അധ്യാപക കേന്ദ്രീകൃതം, ഉൽപ്പന്നാധിഷ്ഠിതം, പ്രക്രിയാധിഷ്ഠിതം, ആവശ്യാധിഷ്ഠിതം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി പ്രക്രിയാധിഷ്ഠിതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ IQ 98 ആയാൽ മാനസിക വയസ്സ് എത്ര? 9.8, 9, 98, 0.98. ആൻസർ വരുന്നത് 9.8. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സങ്കലിത വിദ്യാഭ്യാസം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും മറ്റും കുട്ടികളെപ്പോലെ തുല്യ അവസരങ്ങൾ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ്. സങ്കലിത വിദ്യാഭ്യാസം ഏത് സ്കൂളിലാണ് നടപ്പിലാക്കുന്നത്? അന്ധവിദ്യാലയങ്ങൾ, സ്പെഷ്യൽ സ്കൂൾ, ഓപ്പൺ സ്കൂൾ, പൊതുവിദ്യാലയങ്ങൾ. ആൻസർ ഓപ്ഷൻ ഡി പൊതുവിദ്യാലയങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജില്ലാ ശാസ്ത്രമേളയിൽ 1ാം സ്ഥാനം നേടുക എന്ന ലക്ഷ്യത്തോടെ മനു സയൻസ് വർക്കിംഗ് മോഡൽ നിർമ്മിക്കുകയാണ്. മനുവിൻ്റെ ഈ സ്വഭാവം എന്തിനെ സൂചിപ്പിക്കുന്നു? ആന്തരിക അഭിപ്രേരണ, ബാഹ്യ അഭിപ്രേരണ, വർക്കിംഗ് മോഡലുകളുടെ താല്പര്യം, ശാസ്ത്ര വിഷയങ്ങളോടുള്ള ഇഷ്ടം. ആൻസർ ഓപ്ഷൻ ബി ബാഹ്യ അഭിപ്രേരണ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുട്ടികളുടെ വ്യക്തിവ്യത്യാസങ്ങൾ പരിഗണിക്കുന്ന ഒരു അധ്യാപിക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് തിരഞ്ഞെടുക്കുക? കുട്ടികളെ സ്വയം പഠനത്തിന് പ്രേരിപ്പിക്കുന്നു, ഇടയ്ക്കിടെ പരീക്ഷകൾ നടത്തുന്നു, വൈവിധ്യമാർന്ന ബോധന രീതികൾ അവലംബിക്കുന്നു, ക്ലാസ് PTA യോഗങ്ങൾ ഇടയ്ക്കിടെ നടത്തുന്നു. ആൻസർ ഓപ്ഷൻ സി വൈവിധ്യമാർന്ന ബോധന രീതികൾ അവലംബിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നേതൃത്വ പരിശീലനത്തിന് പ്രയോജനപ്പെടുന്നത് ഏത്? സ്കൂൾ പാർലമെന്റ്, ക്ലബ്ബ് പ്രവർത്തനങ്ങൾ, SPC ഇവയെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വാംശീകരണവും സംസ്ഥാപനവും മനഃശാസ്ത്രത്തിലെ ഏത് ആശയവുമായി ബന്ധപ്പെട്ട പ്രക്രിയകളാണ്? സ്കീമ, അഭിപ്രേരണ, മസ്തിഷ്ക ബിംബാലേഖനം, ഓർമ്മ. ആൻസർ ഓപ്ഷൻ എ സ്കീമ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അധ്യാപകർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ, നൈപുണികൾ, മനോഭാവങ്ങൾ എന്നിവയെല്ലാം വിശദമാക്കുന്ന രേഖ ഏത്? NCF 2005, NCF TE 2009, RTE ആക്ട് 2009, POA 1992. ആൻസർ ഓപ്ഷൻ ബി NCF TE 2009. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിൻ്റെ പരവധിയിലേക്ക് ഉയരാനും ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധി ഏത്? ആന്തരിക വൈയക്തിക ബുദ്ധി, വ്യക്ത്യാന്തര ബുദ്ധി, ശാരീരിക ചലനപരമായ ബുദ്ധി, യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി. ആൻസർ ഓപ്ഷൻ എ ആന്തരിക വൈയക്തിക ബുദ്ധി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ആശയത്തിൻ്റെ വിവിധ തലങ്ങൾ അതിൻ്റെ കാഠിന്യമനുസരിച്ച് വ്യത്യസ്ത ക്ലാസുകളിലായി പഠിപ്പിക്കുന്നതിനായി ക്രമീകരിക്കുന്ന രീതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉദ്ഗ്രഥന രീതി, വിഷയാധിഷ്ഠിത രീതി, ചാക്രിക രീതി, രേഖീയ രീതി. ആൻസർ ഓപ്ഷൻ സി ചാക്രിക രീതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗുണവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ മാനസികമായി വർഗീകരിക്കുന്ന വിവരങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കാം? ജ്ഞാനം, ആശയം, അൽഗോരിതം, ബുദ്ധി. ആൻസർ ഓപ്ഷൻ ബി ആശയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുരോഗമനപരവും ജനാധിപത്യപരവുമായ പാഠ്യപദ്ധതിയുടെ സവിശേഷത താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ പാഠ്യപദ്ധതികൾ ഉണ്ടാകും. ബുദ്ധിപരമായ ഉയർന്ന നിലവാരത്തിലുള്ള കുട്ടികളെ സാധാരണ കുട്ടികളോടൊപ്പം ഇടകലരാൻ അനുവദിക്കുകയില്ല. വളരെ സമ്പുഷ്ടമായതും അയവുള്ളതും ആയിരിക്കും. പരീക്ഷകൾക്ക് വളരെ പ്രാധാന്യം നൽകുന്നതുമായിരിക്കും. ഇതിൻ്റെ ആൻസർ വളരെ സമ്പുഷ്ടമായതും അയവുള്ളതും ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ലെക്സിയ ഉള്ള കുട്ടിക്ക് എന്തിനാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്? സാമൂഹിക സാഹചര്യങ്ങളിൽ ശരിയായ ഇടപെടുന്നതിന്, ശരീരഭാഗങ്ങളുടെ ശരിയായ ചലനങ്ങൾക്ക്, കേൾവിക്കും സംസാരത്തിനും, ഭാഷ ശരിയായി ഉപയോഗിക്കുന്നതിന്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഭാഷ ശരിയായി ഉപയോഗിക്കുന്നതിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിദ്യാലയം തന്നെ ഒരു പഠനോപകരണം എന്ന ആശയവുമായി യോജിക്കുന്നത് ഏത്?
ടാലന്റ് ലാബ്, ഹൈടെക് വിദ്യാലയം, ബാല, TLM. ആൻസർ ബാല. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചാക്രിക രീതിയുടെ സവിശേഷത ഏത്? ആശയ സമഗ്ര പാലിച്ചുകൊണ്ടുള്ള ക്രമീകരണം, ആശയ രൂപീകരണം അടിസ്ഥാനമാക്കിയുള്ള ക്രമീകരണം, ആശയങ്ങളുടെ കാഠിന്യം അനുസരിച്ചുള്ള ക്രമീകരണം, വിവിധ ആശയങ്ങൾ ബന്ധിപ്പിച്ചുള്ള ക്രമീകരണം. ആൻസർ ഓപ്ഷൻ സി, ആശയങ്ങളുടെ കാഠിന്യം അനുസരിച്ചുള്ള ക്രമീകരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിയാഷെയുടെ വൈജ്ഞാനിക സിദ്ധാന്തത്തിലെ സംസ്ഥാപനം എന്ന ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അവ ജ്ഞാതൃഘടകങ്ങളാണ്. പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണമാണ്. കുട്ടിയുടെ മാനസിക സന്തുലിതാവസ്ഥയുടെ ബാലൻസ് നിലനിർത്തുന്നതാണ്. പരിസ്ഥിതിയുമായുള്ള ഇടപെടലിലൂടെ ഉണ്ടാകുന്ന പുതിയ അറിവുകൾ കൂടിച്ചേർക്കുന്നതാണ്. ആൻസർ ഓപ്ഷൻ ബി, പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി കായിക പ്രവർത്തനങ്ങളിലെ നേട്ടത്തിലൂടെ തൻ്റെ ആത്മാഭിമാനം വീണ്ടെടുക്കുന്നത് ഏത് സമായോജന തന്ത്രത്തിന് ഉദാഹരണമാണ്? ഉദാത്തീകരണം, പ്രക്ഷോഭണം, യുക്തീകരണം, അനുപൂരണം. ആൻസർ അനുപൂരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഹോവാർഡ് ഗാർണർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് മുന്നോട്ട് വെച്ചത്? ശാരീരിക ചലനപരമായ ബുദ്ധി, സാംസ്കാരിക ബുദ്ധി, ബുദ്ധിയുടെ വിശിഷ്ട ഘടകം, ഫ്ലൂയിഡ് ഇന്റലിജൻസ്. ആൻസർ ഓപ്ഷൻ എ, ശാരീരിക ചലനപരമായ ബുദ്ധി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രമപരാജയ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് 3 നിയമങ്ങൾ ഏതൊക്കെ? ഫലനിയമം, ചോദക നിയമം, പ്രതികരണ നിയമം. ചോദക നിയമം, പ്രതികരണ നിയമം, അഭ്യാസ നിയമം. സന്നദ്ധത നിയമം, ഫലനിയമം, അഭ്യാസ നിയമം. അഭ്യാസ നിയമം, സന്നദ്ധത നിയമം, പ്രതികരണ നിയമം. ആൻസർ ഓപ്ഷൻ സി, സന്നദ്ധത നിയമം, ഫലനിയമം, അഭ്യാസ നിയമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അധ്യാപിക ക്ലാസ്സിൽ നൽകിയ ഗണിത പസിലിന് സ്വയം ഉത്തരം കണ്ടെത്താൻ ആതിരക്ക് കഴിഞ്ഞില്ല. അധ്യാപിക ചില സൂചനകളും വിശദീകരണങ്ങളും നൽകിയപ്പോൾ ആതിര സ്വയം ഉത്തരം കണ്ടെത്തി. ഇതിനെ താഴെ കൊടുത്തിരിക്കുന്ന ഏത് മനഃശാസ്ത്ര ആശയവുമായി ബന്ധപ്പെടുത്താം? ഓപ്ഷൻ എ, കണ്ടെത്തൽ പഠനം. ഓപ്ഷൻ ബി, സമീപസ്ഥ വികാസ മണ്ഡലം. ഓപ്ഷൻ സി, മനോവ്യാപാര പൂർവഘട്ടം. ഓപ്ഷൻ ഡി, മാതൃക കാണിക്കൽ. ആൻസർ ഓപ്ഷൻ ബി, സമീപസ്ഥ വികാസ മണ്ഡലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രത്യേക അസൈൻമെന്റുകൾ, സ്വതന്ത്ര പ്രൊജക്റ്റുകൾ, ലഘു ഗവേഷണങ്ങൾ എന്നിവ ഏത് വിഭാഗം കുട്ടികൾക്കാണ് കൂടുതൽ അനുയോജ്യം? പ്രതിഭാധനരായ കുട്ടികൾക്ക്, പഠന പിന്നോക്കക്കാർക്ക്, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക്, ഉയർന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക്. ആൻസർ പ്രതിഭാധനരായ കുട്ടികൾക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം ഏത് മനഃശാസ്ത്ര ചിന്താധാരയാണ് മുന്നോട്ട് വെച്ചത്? സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം, വ്യവഹാരവാദം, ഘടനാവാദം, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യക്തിവ്യത്യാസത്തിൽ ഉൾപ്പെടാത്തത് ഏത്? താൽപ്പര്യങ്ങളിലെയും അഭിരുചികളിലെയും വ്യത്യാസം, സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളിലെ വ്യത്യാസം, പഠനശൈലിയിലെ വ്യത്യാസങ്ങൾ, വൈകാരികമായ വ്യത്യാസങ്ങൾ. ആൻസർ സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളിലെ വ്യത്യാസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രൂണറുടെ ആശയരൂപീകരണ പ്രക്രിയ പിന്തുടരുന്ന ടീച്ചർ 5ാം ക്ലാസ്സിലെ ത്രികോണത്തിന്റെ പ്രത്യേകതകൾ പഠിപ്പിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ത്രികോണം ABC-യിൽ കോൺ എ, കോൺ ബി, കോൺ സി ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് ബോർഡിൽ എഴുതി.
ഇത് ഏതു ഘട്ടത്തെ സൂചിപ്പിക്കുന്നു? പ്രവർത്തന ഘട്ടം, ഇന്ദ്രിയ ചാലക ഘട്ടം, പ്രതീകാത്മക ഘട്ടം, രൂപാത്മക ഘട്ടം. ആൻസർ ഓപ്ഷൻ സി, പ്രതീകാത്മക ഘട്ടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബുദ്ധിമാപനത്തിന് ഉപയോഗിക്കുന്നത് ഏത്? WAIS, CAT, MMPI, TAT. ആൻസർ ഓപ്ഷൻ എ, WAIS. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7ാം ക്ലാസ്സിലെ ലീഡറാണ് വിദ്യ. ക്ലാസ്സിലെ മറ്റു കുട്ടികളുമായി അവൾ നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. തീരുമാനമെടുക്കാനുള്ള കഴിവ്, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള കഴിവ്, സഹകരണ മനോഭാവം, അനുതാപം എന്നീ കഴിവുകളും വിദ്യയ്ക്കുണ്ട്. വിദ്യയുടെ ഈ കഴിവുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ബഹുമുഖ ബുദ്ധി, വൈകാരിക ബുദ്ധി, ബുദ്ധിശക്തി, ആത്മീയ ബുദ്ധി. ആൻസർ ഓപ്ഷൻ ബി, വൈകാരിക ബുദ്ധി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സഹപാഠികളുടെ ചെറുസംഘം ഒരു പൊതു ഉദ്ദേശം മുൻനിർത്തി പ്രവർത്തിക്കുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? ഉദ്ദേശാധിഷ്ഠിത പഠനം, ഗ്രൂപ്പ് പഠനം, സഹപഠനം, സഹകരണാത്മക പഠനം. ആൻസർ ഓപ്ഷൻ ഡി, സഹകരണാത്മക പഠനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ സ്കൂളുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പോർട്ടൽ ഏതാണ്? സമഗ്ര, സ്കൂൾ വിക്കി, വിക്കിപീഡിയ, G-Suite. ആൻസർ ഓപ്ഷൻ ബി, സ്കൂൾ വിക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സ്ഥാപനം ഏത്? SIEMAAT, SSK, SIET, SERT. ആൻസർ ഓപ്ഷൻ എ, SIEMAAT. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മരങ്ങൾക്ക് ജീവികളെപ്പോലെ ചലനശേഷി കൈവന്നാൽ അതിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമായിരിക്കും? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിൻ്റെ വികസനത്തിനാണ് ഇത്തരം ചോദ്യങ്ങൾ കൂടുതൽ അനുയോജ്യം? ജീവശാസ്ത്രപരമായ അറിവ്, ബുദ്ധിശക്തി, പരിസ്ഥിതി സംരക്ഷണ മനോഭാവം, സർഗപരത. ആൻസർ ഓപ്ഷൻ ഡി, സർഗപരത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശാസ്ത്ര പഠനത്തിനായി ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? സ്റ്റെല്ലേറിയം, ജിയോജിബ്ര, ഫെറ്റ്, ജിക്കോംബ്രിസ്. ആൻസർ ഓപ്ഷൻ സി, ഫെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജന്മന അംഗവൈകല്യമുള്ള കുട്ടി നഴ്സറി ക്ലാസ്സിൽ പോയിരുന്നില്ല. അതിനാൽ 1ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ മറ്റു കുട്ടികളെ പോലെ ഭാഷാശേഷി നേടാൻ കഴിഞ്ഞില്ല. വികസനത്തിലെ ഏത് തത്വവുമായി ഇതിനെ ബന്ധപ്പെടുത്താം? വികസനം ക്രമീകൃതമാണ്. വികസനം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. വ്യത്യസ്ത ശരീരഭാഗങ്ങൾക്ക് വികസനം വ്യത്യസ്ത നിരക്കിൽ നടക്കുന്നു. വികാസ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻസർ ഓപ്ഷൻ ഡി, വികാസ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും കൃത്യമായി ഓർത്തെടുക്കുന്ന കുട്ടി ഏതു തരം ഓർമ്മയാണ് ഉപയോഗിക്കുന്നത്? സംഭവപരമായ ഓർമ്മ, അർത്ഥപരമായ ഓർമ്മ, പ്രക്രിയാപരമായ ഓർമ്മ, ഇന്ദ്രിയ ഓർമ്മ. ആൻസർ ഓപ്ഷൻ ബി, അർത്ഥപരമായ ഓർമ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു മാർഗമാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നത്? സാങ്കേതിക സമീപനം, ബഹു ഇന്ദ്രിയ സമീപനം, വ്യക്തിഗത ബോധന സമീപനം, മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം.